ഇന്ന് കുട്ടികൾക്കായുള്ള രസകരമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, ഇതുപോലെ മൂക്കിലും വായിലുമൊക്കെ പലതരം പ്രാണികൾ കയറുന്നതായിട്ടുള്ള ലൈവ് എഫക്റ്റുകൾ ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ ക്രിസ്മസ് ലീവൊക്കെ അല്ലേ, ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ രസകരമായ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇതുമാത്രമല്ല, ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. നല്ല നല്ല ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പരസ്യങ്ങളുണ്ട് കേട്ടോ. പരസ്യങ്ങൾ വരണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ ആദ്യം തന്നെ പരസ്യങ്ങളായിരിക്കും കാണിക്കുക. പരസ്യം എക്സിറ്റ് പോയാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവിടെ ലെറ്റ്സ് പ്രാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പിന്നെ പർച്ചേസ് ചെയ്യേണ്ട ഒരു പോപ്പപ്പ് വരും, അത് നിങ്ങൾ എക്സിറ്റ് പോകുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് പ്രധാനമായിട്ട് 3 ഓപ്ഷനാണുള്ളത്. ഇതിലെ ആദ്യത്തെ ഫീച്ചറാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിരവധി പ്രാണികളെയും ചെറുജീവികളെയും നിങ്ങൾക്ക് കാണാം. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആകും. ആദ്യ തവണ പെർമിഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ജീവി ഇതുപോലെ മുഖത്തൂടെ നടക്കും, എന്നിട്ട് അത് മൂക്കിലേക്ക് കയറും. അപ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വളരെ രസകരമായ ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സെലക്ട് ചെയ്യാൻ മുകളിൽ മ്യൂസിക്കിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരുടെ വാട്ടർമാർക്ക് കാണിക്കും. ഓക്കെ, വാട്ടർമാർക്ക് കാണിക്കണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡറാണ്. സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയാൽ വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ സെലക്ട് ചെയ്തത് മാറ്റണമെങ്കിലും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊന്നാണ് വേണ്ടതെങ്കിൽ നമുക്ക് മറ്റൊരു ഗ്രാഫിക്സ് ഇതിലേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ രസകരമായിട്ട് നമുക്ക് ലൈവായിട്ടും, ഇനി റെക്കോർഡൊന്നും ചെയ്യണമെന്നില്ല, കുട്ടികൾക്കൊക്കെ ലൈവായിട്ട് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ കാണിച്ചു തരാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിരവധി ഫേസ് നമുക്ക് ലൈവായിട്ട് കാണിക്കുന്നത്, അതായത് നമ്മുടെ ഫേസ് മാറിയിട്ട് ഇതിൽ കാണിക്കുന്ന തരത്തിലുള്ള ഫേസായി മാറും. ഇതെനിക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എങ്കിലും ചിലർക്കൊക്കെ അത് രസകരമായി തോന്നുമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇതുപോലെ ആയിത്തീരുന്നതാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് ക്യാമറ ടൈമിംഗ് ഉപയോഗിച്ച് വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആക്കി മാറ്റുന്ന ഓപ്ഷനാണ്. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള വീഡിയോകൾ. പെട്ടെന്ന് മാറിയിട്ട് ബാക്കി ഭാഗമില്ലാത്ത രീതിയിൽ എടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമ്മുടെ ഐഡിയ പ്രകാരമുള്ള പല വീഡിയോകളും ഇതിനകത്തൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് ബഗ്ഗുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇതിലെ ഗ്രാഫിക്സുകളൊക്കെ ലോഡാകാൻ സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്ന് എക്സിറ്റ് പോയിട്ട് ഓൺ ചെയ്യുക. പിന്നെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഗ്രാഫിക്സ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ തവണ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് ഗ്രാഫിക്സ് ലോഡായി കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ പരസ്യങ്ങൾ കാണിക്കില്ലല്ലോ. അങ്ങനെയൊക്കെ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പരസ്യങ്ങളോട് ശല്യമായിരിക്കും ആപ്ലിക്കേഷനിൽ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ ആപ്ലിക്കേഷന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.